So hello guys, once again welcome back to my YouTube channel. So ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻഡക്ഷൻ ഹീറ്ററാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് വേണ്ടത് IRFZ44N മോസ്ഫെറ്റ്. ഈ മോസ്ഫെറ്റ് 2 എണ്ണം വേണം. പിന്നെ വേണ്ടത് IN4007 ഡയോഡ്. ഈ ഡയോഡ് 2 എണ്ണം മതി. പിന്നെ വേണ്ടത് 270 ohmസിൻ്റെ റെസിസ്റ്റർ, ഇതും 2 എണ്ണമാണ് വേണ്ടത്. പിന്നെ വേണ്ടത് ഹീറ്റ് സിങ്ക് ആണ്. ഈ ഹീറ്റ് സിങ്ക് 2 എണ്ണം വേണം. പിന്നെ ഞാൻ കാണിക്കുന്ന മാതിരി ഇത്രയും വലുതൊന്നും വേണ്ട, നോർമൽ മതി, സാധാ ചെറുത് മതി. പിന്നെ 22 3J 2 kV കപ്പാസിറ്റർ. ഈ കപ്പാസിറ്റർ 1 വേണ്ടത്. പിന്നെ വേണ്ടത് 10Kൻ്റെ റെസിസ്റ്ററാണ്. ഈ റെസിസ്റ്റർ 2 എണ്ണമാണ് വേണ്ടത്. സോ ഇനി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. നമ്മളെ മോസ്ഫെറ്റ് 2 ഹീറ്റ് സിങ്കിൽ കണക്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കമ്പി എടുക്കണം. ആ കമ്പി സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ 3rd ലെഗിലും ഫസ്റ്റ് മോസ്ഫെറ്റിൻ്റെ 3rd ലെഗിലും സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് പിന്നെ 2 എണ്ണം സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ൻ്റെ റെസിസ്റ്റർ എടുക്കണം. 10Kൻ്റെ റെസിസ്റ്റർ സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലും പിന്നെ നമ്മളെ കമ്പിയിലും സോൾഡർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ തന്നെ മറ്റേ മോസ്ഫെറ്റിലും ഫസ്റ്റത്തെ മോസ്ഫെറ്റിലും സോൾഡർ ചെയ്ത് കൊടുക്കണം. 10Kൻ്റെ റെസിസ്റ്റർ ഫസ്റ്റത്തെ ലെഗിലും മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റത്തെ ലെഗിലും പിന്നെ കമ്പിയിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കണം. അങ്ങനെ പിന്നെ സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡയോഡ് എടുക്കണം. ഡയോഡിൻ്റെ സിൽവർ ലൈന് ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കണം. പിന്നെ ഫസ്റ്റത്തെ മോസ്ഫെറ്റ് അല്ലാത്ത രണ്ടാമത്തെ മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലേക്കും പിന്നെ ഫസ്റ്റത്തെ മോസ്ഫെറ്റിൻ്റെ മിഡിൽ ലെഗിലേക്കും സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് സോൾഡർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ രണ്ടാമത്തെ ഡയോഡ് എടുത്തിട്ട് രണ്ടാമത്തെ ഡയോഡിൻ്റെ സിൽവർ ലൈനുള്ള ഭാഗം റൈറ്റ് സൈഡിലോട്ട് ആക്കി വെക്കണം. പിന്നെ സിൽവർ ലൈനുള്ള ഭാഗത്തിന് നമ്മൾ സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ മിഡിൽ പോയിന്റിൽ സോൾഡർ ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്ത ഡയോഡിൻ്റെ അടുത്ത ലെഗ് നമ്മൾ ഫസ്റ്റത്തെ മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റത്തെ ലെഗിൽ സോൾഡർ ചെയ്ത് കൊടുക്കണം. അത് പിന്നെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കൊരു കോപ്പർ വയർ വേണം. ഇത് ഭയങ്കര തടിയുള്ള ഒരു കോപ്പർ വയറാണ് വേണ്ടത്. ആ കോപ്പർ വയർ ഞാൻ 6 ടേൺസ് ഒരു ടോർച്ചിൽ ചുറ്റി അങ്ങനെ ഒരു കോയിൽ ഉണ്ടാക്കണം. കഴിഞ്ഞിട്ട് നമ്മളെ കോയിൽ മോസ്ഫെറ്റിൻ്റെ ആ സ്ക്രൂ ചെയ്ത ഭാഗത്ത് 2 കോയിലും കണക്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റത്തെ മോസ്ഫെറ്റും സെക്കൻഡത്തെ മോസ്ഫെറ്റും ഞാൻ കണക്ട് ചെയ്ത മാതിരി കണക്ട് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് സ്ക്രൂ ഊരിയിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മളെ കപ്പാസിറ്റർ അതിൻ്റെ നടുവിൽ 2 ഭാഗം സോൾഡർ ചെയ്ത് കൊടുക്കണം. ഞാൻ സോൾഡർ ചെയ്ത മാതിരിയാണ് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു കോപ്പർ വയർ എടുക്കണം. പിന്നെ അത് 15 ടേൺസ് ഞാനൊരു സ്ക്രൂ ഡ്രൈവറിൽ ചുറ്റിയിട്ടുണ്ടാക്കി. ആ ചുറ്റിണ്ടാക്കിയ കോപ്പർ വയർ നമ്മളെ വലിയ കോപ്പർ വയറിലേക്ക് ഒരു ഭാഗം സോൾഡർ ചെയ്ത് എടുക്കണം. പിന്നെ അതിൻ്റെ ഒരു ഭാഗത്തെ ലൈന് നമ്മൾ ഇങ്ങോട്ട് ഇടണം. പിന്നെ നമുക്ക് എടുക്കേണ്ടത് 270 ohmസിൻ്റെ റെസിസ്റ്ററാണ്. അതിൻ്റെ ഒരു ഭാഗം സെക്കൻഡ് മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലും പിന്നെ അടുത്തത് നമ്മളെ ഫസ്റ്റത്തെ മോസ്ഫെറ്റിൻ്റെ ഫസ്റ്റ് ലെഗിലും ആണ് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് 2 270 ohmസിൻ്റെ റെസിസ്റ്ററും കൂടി സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് സോൾഡർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 15 ടേൺസ് എടുത്ത കോയിലിൻ്റെ രണ്ടാമത്തെ ഞാൻ വയർ പുറത്ത് വിടണമെന്നില്ലേ, അത് നമ്മൾ 270 ohmസിൻ്റെ റെസിസ്റ്റർ 2 കൂടി സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലസ്സും മൈനസും ആണ് നോക്കാൻ പോണേ. ഇതിൻ്റെ പ്ലസ്സാണ് നമ്മൾ 270 ohmസിൻ്റെ 2 റെസിസ്റ്ററും സോൾഡർ ചെയ്തെടുത്താണ് ഇതിൻ്റെ പ്ലസ്. അത് അവിടെ സോൾഡർ ചെയ്ത് കൊടുക്കുക ആ ഒരു വയർ. പിന്നെ നമ്മളെ മൈനസ് നമ്മളെ താഴത്തെ കമ്പിയാണ്. നമ്മളെ കമ്പിയില്ലേനു സോൾഡർ ചെയ്ത് കൊടുത്ത 2 കമ്പി, ആ കമ്പിയാണ് നമ്മുടെ മൈനസ്. അത് കഴിഞ്ഞിട്ട് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ സിസറാണ് എടുത്തത്, അതിൽ കുറച്ച് ഫ്ലെക്സ് ആക്കി. ഇനി ഞാൻ ഇൻഡക്ഷൻ ഹീറ്ററിൽ പവർ എടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അലിഞ്ഞ് വരും. കുറേ നേരം വെച്ചാൽ കരിഞ്ഞും വരും. അതിനെക്കൊണ്ട് ഞാൻ കുറേ നേരം വെക്കില്ല, അലിയുന്ന വരെ കാത്തിക്കാം. എന്നോട് നിങ്ങൾ അലിയുന്നത് കണ്ടോളി.
ഇതാ നമ്മളെ ഫ്ലെക്സ് അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറേ നേരം വെച്ചാൽ നമ്മളെ ഫ്ലെക്സ് കരിഞ്ഞു, അതിനുകൊണ്ട് അതിന് വേഗം എടുത്താൽ. പിന്നെ ഇത് കുറേ നേരം വെച്ചാൽ ഈ കമ്പി ചൂടായിട്ട് റെഡ് കളറാവും, അതിന് കുറേ നേരം വെക്കണം. പിന്നെ ഇത് ഞാൻ വയർലെസ് എനർജി ട്രാൻസ്മിഷനും കാണിച്ചു തരാം. നമ്മളൊരു കോപ്പർ വയറിൽ LED ചുറ്റി അതിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ ആ ലൈറ്റ് കത്തും. പിന്നെ ഈ വയർലെസ് എനർജി എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതൊരു വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ഉണ്ടാക്കുന്നത് എന്ന്. പിന്നെ തംബ്നെയിൽ കണ്ട ഒരു പോക്കറ്റ് സൈസ് ആക്കാം. ഞാനൊരു ബോക്സിൻ്റെ ഉള്ളിലാക്കിയതാണ്, MDF ബോർഡ് വെച്ചിട്ട് അത് അതിൻ്റെ ഉള്ളിലിട്ട് ഹീറ്റ് സിങ്കൊക്കെ ചെറുതാക്കി വെച്ചതാണ്. പിന്നെ ഞാനൊരു ചാനലിനെ കുറിച്ച് പരിചയപ്പെടുത്തി തരാം. ഈ ചാനൽ ഒരു പോൾട്രി ബേസ്ഡ് ചാനലാണ്. ഈ ചാനൽ എൻ്റെ കസിൻ്റെതാണ്. പിന്നെ ഇതിൽ അവന് കോഴിക്ക് അസുഖം വന്നാൽ എന്തൊക്കെ ചെയ്യണം അങ്ങനത്തെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇവൻ്റെ അടുത്ത് കോഴിയുണ്ട്, ടെർക്കിയുണ്ട്, താറാവുണ്ട്, അങ്ങനത്തെ പല സാധനങ്ങളുണ്ട്. പിന്നെ ഇവന് ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ പറയുന്നുണ്ട്. ഫിഷിനെ എങ്ങനെ വളർത്താം, പിന്നെ ഫൈറ്ററിനെ എങ്ങനെ ബ്രീഡ് ചെയ്യിക്കാം, അതൊക്കെ ഉണ്ട്. പിന്നെ ഇവൻ്റെ അടുത്ത് ആമയുണ്ട്. സോ അങ്ങനത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ തോന്നിയാൽ ഇവൻ്റെ ചാനലൊന്ന് കണ്ടു വെക്കുക. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത മാതിരി ഇവന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. പിന്നെ ചാനലിൽ പുതിയ വന്നപോലെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സോ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്.